ദേശീയ സേവാഭാരതി ഇടുക്കി ജില്ലയുടെ നേതൃത്വത്തിൽ വയനാടിന് ഒരു കൈത്താങ്ങ് എന്ന പേരിൽ തൊടുപുഴയിൽ കളക്ഷൻ സെന്റർ ആരംഭിച്ചു. അമ്പലം ബൈപ്പാസിലെ പാഞ്ചജന്യം ബിൽഡിംഗിലാണ് കളക്ഷൻ സെന്റർ പ്രവർത്തിക്കുന്നത്. അപ്രതീക്ഷിതമായുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ സർവ്വവും നഷ്ടപ്പെട്ട വയനാട് ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും സഹോദരങ്ങൾക്ക് സഹായഹസ്തവുമായിട്ടാണ് സേവാഭാരതി ഇടുക്കി ജില്ലയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ കളക്ഷൻ സെന്റർ ബുധനാഴ്ച വൈകിട്ട് മുതൽ ആരംഭിച്ചത്. രാഷ്ട്രീയ സ്വയംസേവക സംഘം മാനനീയ വിഭാഗ് സംഘ് ചാലക് KN രാജുവിന്റെ സാന്നിധ്യത്തിൽ റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ CK സോദരി ഭദ്രദീപം തെളിയിച്ചതോടെ പ്രവർത്തനം ആരംഭിച്ച കളക്ഷൻ സെന്ററിലേക്ക് വിവിധയിടങ്ങളിൽ നിന്നും ധാരാളം സഹായങ്ങളാണ് ലഭിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ബാധിച്ചിട്ടുള്ള 2 ജില്ലകളാണ് ഇടുക്കിയും വയനാടും. അതിൽ വയനാട്ടിൽ ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുഃഖം അതേ വേദനയോടെയും അതേ വികാരത്തോടു കൂടിയും ഇടുക്കിയും ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ സേവാഭാരതി പ്രവർത്തകർ ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിനും സഹായത്തിനുമായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഇന്നലെ രാവിലെ മുതൽ ഇടുക്കി ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സേവാഭാരതി പ്രവർത്തകരും സജീവമായി ദുരിതാശ്വാസ സാമഗ്രികളുടെയും അവശ്യ വസ്തുക്കളുടെയും ശേഖരണവുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് തൊടുപുഴയിൽ മെയിൻ കളക്ഷൻ സെൻറ്റർ ഇന്നലെ ആരംഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ കളക്ഷൻ സെൻറ്ററുകൾ തുറന്നിട്ടുണ്ട്. പ്രവർത്തകർ സ്വീകരിക്കുന്ന ദുരിതാശ്വാസ സാമഗ്രികളും അവശ്യ വസ്തുക്കളും കളക്ഷൻ സെൻറ്ററിലേക്ക് സ്വീകരിച്ചുകൊണ്ട് 2 ദിവസം പൂർണ്ണമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയുടെ എല്ലാ പഞ്ചായത്തുകളിലും 2 മുനിസിപ്പാലിറ്റികളിലുമായി പ്രവർത്തിക്കുന്ന സമിതി സ്വീകരിക്കുന്ന ദുരിതാശ്വാസ വസ്തുക്കൾ നാളെയോടുകൂടി തൊടുപുഴയിൽ എത്തിക്കുകയും അതിനുശേഷം അവിടുന്ന് നമ്മളുടെ പ്രധാന സെൻറ്ററായ കോഴിക്കോടേക്ക് മാറ്റി നാളെ തന്നെ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ തന്നെ ഈ ദുരിതബാധിത പ്രദേശത്ത് അതിനർഹതപ്പെട്ടവരിലെ കൈകളിലേക്ക് എത്തിക്കുവാനാണ് സേവാഭാരതി ഇടുക്കി ജില്ലാ സമിതി തീരുമാനിച്ചിട്ടുള്ളത്. സേവാഭാരതി തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് CG സുധാകരൻ, സെക്രട്ടറി ഹരിശാന്ത്, GG ശ്രീകുമാർ, മനോജ്, AG കൃഷ്ണകുമാർ, ജിതേഷ് C ഇഞ്ചക്കാട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് വരെ സമാഹരിക്കുന്ന സാധനങ്ങൾ ഞായറാഴ്ച കോഴിക്കോടുള്ള സേവാഭാരതി സെന്ററിന് കൈമാറും. ഇവിടെ നിന്നുമാണ് സഹായം വയനാട്ടിലെ ദുരിതബാധിത മേഖലകളിലേക്ക് എത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. Al Azhar Group of Institutions, 16 institutions offering 56 plus programs, serving 7,000 plus students. Al Azhar, the most versatile campus in South India since 2002. KM Musa Haji, founder, chairman, Al Azhar Group of Institutions, Todupuzha, had a profound vision of providing high quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al Azhar Group of Institutions, Todupuzha.